കുപ്രസിദ്ധ കുറ്റവാളി കൊടിമരം ജോസ് പോലീസ് പിടിയിലായി. എറണാകുളം നോർത്ത് പോലീസാണ് തൃശൂർ ഭാഗത്തു നിന്ന് ഇയാളെ പിടികൂടിയത്. കേരളത്തിലുടനീളം നിരവധി കേസുകളിൽ പ്രതിയാണ് കൊടിമരം ജോസ്. നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപത്തു നിന്ന് 2 യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചവശനാക്കി കവർച്ച നടത്തിയ കേസിലാണ് ജോസിനെ പിടികൂടിയത്. സെപ്റ്റംബർ 17-നായിരുന്നു സംഭവം. പുലർച്ചെ 2:15 റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്ന സുഹൃത്തുക്കളായ യുവാക്കൾക്ക് നേരെയായിരുന്നു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അതിക്രമം. മർദ്ദനശേഷം ബലപ്രയോഗത്തിലൂടെ ATM-ൽ നിന്ന് 9,500 രൂപ പിൻവലിപ്പിക്കുകയും ഫോൺ കവരുകയും ചെയ്തു. ഇത് നോർത്ത് പാലത്തിന്റെ താഴെ ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണും 10,000 രൂപയോളം ഉപദ്രവിച്ചതിന് ശേഷം പിടിച്ചു പറിച്ചു കൊണ്ടുപോയത് നമ്മളെടുത്ത കേസാണ്. അപ്പോൾ നമ്മൾ അന്വേഷണ മധ്യേ ഇയാളെ ഒളിവിൽ പോയി. അപ്പോൾ ഇന്നലെ രാത്രി തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഇയാളെ സാഹസികമായിട്ട് പിടികൂടി. മുതൽ കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലും റെയിൽവേ പോലീസിലും കൊടിമരം ജോസിനെതിരെ നിരവധി കേസുകളുണ്ട്. ആളുകളെ ക്രൂരമായി മർദ്ദിച്ച് മോഷണം നടത്തുന്നതാണ് രീതി. പോലീസ് പിടിയിലായാലും ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കും. ഇയാൾ അന്വേഷണത്തിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. സാധാരണ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളായിട്ടാണ് ഇയാളെ കരുതുന്നത്. ഇപ്പോൾ തെളിവെടുപ്പിനായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹം സ്വയം ജീപ്പിൻ്റെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതുപോലെ എന്നോട് കയർത്ത് കൊണ്ടുവരിക, ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തി പോലീസിനെ ഇമാതിരി പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് കളയാം എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കുമ്പോൾ അദ്ദേഹം ഒരു വയലൻ്റ് ആവുക, വിരട്ടുക, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, തലയടിച്ച് പൊട്ടിക്കും. സ്വയം തലയടിച്ച് പൊട്ടിക്കുമ്പോൾ പോലീസുകാർ കുരുങ്ങുമല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ജാഗ്രതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു, പൊട്ടിയില്ല. അപ്പോൾ അത്തരം ഒരു രീതി തുടരുന്ന ആൾ പുറത്തിറങ്ങി നടന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യുവാക്കളുടെ പരാതിയിൽ ജോസിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.